നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രം ഇപ്പോൾ ചെന്നാലും വളരെ തിരക്ക് അനുഭവപ്പെടുന്ന, പല ഭാഗത്തു നിന്നും ഭക്തർ ദിവസവും ഒഴുകിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാര വരവ് വഴി വലിയ തുകയാണ് പ്രതിമാസം ലഭിക്കാറുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജൂൺ മാസത്തിലെ ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 8,50,661 രൂപയാണ്. 1 കിലോയിലേറെ സ്വർണവും ലഭിച്ചിരിക്കുകയാണ്. 9 കിലോഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 15 നോട്ടുകളും നിരോധിച്ച 1000 രൂപയുടെ 14 നോട്ടുകളും 500-ന്റെ 60 നോട്ടുകളും ലഭിച്ചു. ഈ ഭണ്ഡാരങ്ങൾ വഴി ലഭിച്ച തുകകൾക്ക് പുറമെയാണിത്. കാനറ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഈ ഭണ്ഡാരങ്ങളിലൂടെയും കാര്യമായ വരുമാനം ലഭിച്ചു. ഈ ഭണ്ഡാരങ്ങളിലൂടെയും ശ്രദ്ധേയമായ വരുമാനം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലഭിക്കുന്നുണ്ട്. കിഴക്കേ നടയിലെ SBI ഈ ഭണ്ഡാരത്തിലൂടെ 4,60,426 രൂപയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ ഭണ്ഡാരത്തിലൂടെ 31,037 രൂപയും ലഭിച്ചു. പടിഞ്ഞാറേ നടയിലെ UBI ഈ ഭണ്ഡാരത്തിൽ നിന്ന് 1,07,226 രൂപയും ഇന്ത്യൻ ബാങ്ക് ഈ ഭണ്ഡാരത്തിലൂടെ 61,864 രൂപയും ICICI ഈ ഭണ്ഡാരത്തിലൂടെ 43,952 രൂപയും ധനലക്ഷ്മി ബാങ്ക് ഈ ഭണ്ഡാരത്തിലൂടെ 1,82,432 രൂപയും ലഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2026 മാർച്ച് മാസത്തിലെ ഭണ്ഡാര വരവ് കണക്കുകൾ ഇങ്ങനെയായിരുന്നു. 5,79,00,000 രൂപയാണ് മാർച്ച് മാസത്തിൽ ഭണ്ഡാരത്തിലൂടെ ക്ഷേത്രത്തിന് ലഭിച്ചത്. സ്വർണവും വെള്ളിയും നിരോധിച്ച കറൻസികളും ഉൾപ്പെടെ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 5,79,94,024 രൂപയാണ് അന്ന് മാർച്ച് മാസത്തിൽ ലഭിച്ചത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗുരുവായൂർ ശാഖയുടെ മേൽനോട്ടത്തിലായിരുന്നു എണ്ണൽ നടന്നത്. പണത്തിന് പുറമെ വലിയ തോതിലുള്ള സ്വർണവും വെള്ളിയും ഭക്തർ വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ 282 ഗ്രാം സ്വർണം, 15 കിലോ 410 ഗ്രാം വെള്ളി എന്നിങ്ങനെയാണ് ലഭിച്ചത്. ഭണ്ഡാരത്തിൽ നിന്ന് പഴയതും നിരോധിച്ചതുമായ നോട്ടുകളും കഴിഞ്ഞ തവണയും ലഭിച്ചിട്ടുണ്ട്. 2000 രൂപയുടെ 8 നോട്ടുകൾ, നേരത്തെ നിരോധിച്ച 1000 രൂപയുടെ 3 നോട്ടുകൾ, നിരോധിച്ച 500 രൂപയുടെ 20 നോട്ടുകൾ എന്നിങ്ങനെയും ലഭിച്ചു. ഈ ഭണ്ഡാരം വഴിയും വരുമാനം ലഭിക്കുന്നുണ്ട്. ഡിജിറ്റൽ പണമിടപാടുകൾക്കായി ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഭണ്ഡാരങ്ങൾ വഴിയും മികച്ച വരുമാനമാണ് ലഭിക്കാറുള്ളത്. SBI 2,246 രൂപ, ധനലക്ഷ്മി ബാങ്ക് 1,21,497 രൂപ, UBI 71,157 രൂപ, പഞ്ചാബ് നാഷണൽ ബാങ്ക് വഴി 65,839 രൂപ, ICICI ബാങ്ക് വഴി 41,224 രൂപ, ഇന്ത്യൻ ബാങ്ക് 6,162 എന്നിങ്ങനെയും നടവരവ് ലഭിക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകൾ അവയുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത രീതികളിലാണ് കൈകാര്യം ചെയ്യുന്നത്. പഴങ്ങൾ, പഞ്ചസാര, വെണ്ണ തുടങ്ങിയവ പ്രസാദ ഊട്ടിനും നിവേദ്യങ്ങൾ തയ്യാറാക്കാനും ഉപയോഗിക്കുന്നു. മറ്റ് പൂക്കളും പൂജാദ്രവ്യങ്ങളും പൂജകൾക്കായി ഉപയോഗിക്കുന്നു. സ്വർണവും പണവും, സ്വർണ്ണാഭരണങ്ങൾ, നാണയങ്ങൾ, പണമായി നൽകുന്നവ എന്നിവ ദേവസ്വം ട്രസ്റ്റിലേക്ക് മുതൽ കൂട്ടുന്നു. പിന്നെ ചില അപൂർവ വസ്തുക്കൾ, അത് വഴിപാടുകൾ ദേവസ്വം മ്യൂസിയത്തിൽ സൂക്ഷിക്കാറുണ്ട്. ഇവ കൂടാതെ ലഭിക്കുന്ന തുക ക്ഷേത്രത്തിന്റെ ദൈനംദിന നടത്തിപ്പിനും അന്നദാനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു. പ്രസാദ ഊട്ടിന് ക്ഷേത്രത്തിലെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ദിവസവും സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി വലിയൊരു തുക വിനിയോഗിക്കുന്നു. ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം, ക്ഷേത്രത്തിലെ പൂജാരിമാർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ ശമ്പളവും ആനകളുടെ പരിപാലനവും ഇതിൽ ഉൾപ്പെടുന്നു. വികസന പ്രവർത്തനങ്ങളും ഭക്തർക്കുള്ള സൗകര്യങ്ങൾ, അതായത് ഈ ക്യൂ കോംപ്ലക്സ്, വിശ്രമ കേന്ദ്രങ്ങൾ, താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആശുപത്രികളുടെ നടത്തിപ്പിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭക്തർക്കുള്ള സഹായങ്ങൾക്കും പണം വിനിയോഗിക്കുന്നു. ആദ്യകാലത്ത് കേണൽ മൺട്രോ സാഹിബാണ് ക്ഷേത്ര സ്വത്തും പണവും സർക്കാരിന്റെ ഫണ്ടിലേക്ക് മുതൽ കൂട്ടിയത്. അന്ന് അതിനെ എതിർക്കാനുള്ള ശേഷി ഹിന്ദു സമൂഹത്തിനില്ലായിരുന്നു. എന്നാൽ 1948 സർക്കാരും മഹാരാജാവും ഒപ്പുവെച്ച കവലന്റ് അനുസരിച്ച് സ്വതന്ത്ര പരമാധികാര ധർമ്മ സ്ഥാപനങ്ങളായി ക്ഷേത്രങ്ങൾ മാറി. ഹിന്ദു ധർമ്മ സ്ഥാപന നിയമങ്ങൾ നിലവിൽ വന്നു. ക്ഷേത്ര സ്വത്തിനും പണത്തിനും നിയമപരമായി രക്ഷ ലഭിച്ചുവെങ്കിലും കാലാകാലങ്ങളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ക്ഷേത്രങ്ങളെ കറവ പശുക്കളാക്കി മാറ്റുന്നു എന്നുള്ള വിമർശനവും ഉയരാറുണ്ട്.